ഗീതധ്യാനം എന്നത് വൈഷ്ണവ സാരതന്ത്രം എന്ന ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതാരെഴുതിയതാണ് എന്ന് അറിഞ്ഞുകൊള്ളാം. ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന വളരെ തത്വപരവും വളരെ കാവ്യാത്മകവും വളരെ രസകരവുമായ ഒരു ആസ്വാദനമാണ് ഗീതാധ്യാനം. അതെന്ന് ചൊല്ലാം. ഓർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതീമഷ്ടാദശാധ്യായിനി അംബത്വാമനസം ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭദ്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസജാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജല കാന്ധാരനീലോപല സശല്യഗ്രാഹവതി കൃപേണ വദനീ ഹരിയേന വേലാപുര അശ്വത്ഥാമവികർണഘോരധര ദുര്യോധനാവർത്തിനി സ്വോത്തീർണാ കരുപാണ്ഡവൈ രണനദീ കൈവർത്തക കേശവഃ പാരാശര്യവരച സരോജമമന ഹീരാഗന്ധോത്കടം ജ്ഞാനകേസരം ഹരികഥാ സംബോധനാബോധികം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ ദേദീയമാനം മുദാ ഭൂയാത് ഭാരതകമലം കരിമലപ്രത്വം സിനശ്രേയസി മോഹം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണൈരുദ്രമുഖ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈസാംഗവദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതചേതസേ മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം. ലോകത്തിൽ ഇന്ന് വരെ ഒരൊറ്റയാൾ രചിച്ചിട്ടുള്ള ഒരൊറ്റ ആഖ്യാനത്തിന്റെ കഥ അല്ലെങ്കിൽ പുസ്തകം, ഇത്രയും വലിയൊരു പുസ്തകം ആരും എഴുതിയിട്ടില്ല. ഭാരതത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ പോലും ഇത്രയും നീണ്ട ഒരു പുസ്തകം ഒറ്റയാൾ എഴുതിയിട്ടില്ല. അതുപോലെ എൻസൈക്ലോപീഡിയൊക്കെ എടുത്താലും വന്നാൽ വളിയൊക്കെയുള്ള എൻസൈക്ലോപീഡിയൊക്കെ നമ്മൾ കാണും. അത് എത്രയോ ആളുകൾ ചേർന്ന് എഴുതിയതാണ്. ഇതങ്ങനെയല്ല, ഒരൊറ്റയാൾ എഴുതിയ ഒരൊറ്റ കഥ. മഹാഭാരതത്തിന്റെ രചന തുടങ്ങുന്നതിന് അതിൽ പറയുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് പലതും നിങ്ങൾ മറ്റു പല ഗ്രന്ഥങ്ങളും മറ്റു പലയിടത്തും വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിൽ പറയാത്ത ഒന്നും മറ്റൊരു ഗ്രന്ഥത്തിലും നിങ്ങൾ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം അറിയേണ്ടതായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടും നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാൻ, സന്തോഷം നിറഞ്ഞതാക്കാൻ, അർത്ഥമുള്ളതാക്കി തീർക്കാൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണമോ അത് മുഴുവൻ ഈ ഒരൊറ്റ ഗ്രന്ഥത്തിൽ ആ മഹാഭാരതയുടെ കഥയുടെ അകത്ത് പിന്നെ ഉപകഥകളുണ്ട്. ഓരോ സന്ദർഭത്തിലും ഓരോരുത്തർ പറയുന്നത് ആ കഥയ്ക്കകത്ത് പിന്നെ വേറെ കഥകളുണ്ട്.
കഥകളും ഉപകഥകളും കൊണ്ടിങ്ങനെ നിറഞ്ഞ് ഒരു വലിയ കഥകളുടെ ലോകം സൃഷ്ടിച്ച് അതിനകത്തുകൂടി നമുക്ക് ജീവിതത്തിൽ അറിയേണ്ടതായിട്ടുള്ള സകലതും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിഹാസോ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എന്തോ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇങ്ങനെ കഥയിൽ പറയുന്ന സംഭവം സംഭവിച്ചെന്നോ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനിടയായെന്നോ എന്ത് അർത്ഥം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ലോക ചരിത്രത്തിൽ ആകെ 4 ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ലോക ചരിത്രത്തിൽ 4 ഇതിഹാസ ഗ്രന്ഥങ്ങൾ. 2 ഭാരതം, 2 ഗ്രീസ്. ഭാരതത്തിലുള്ള ഉണ്ടായിട്ടുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? മഹാഭാരതവും രാമായണവും. രാമായണന്മാരെഴുതി വാൽമീകിമാർ, മഹാഭാരതന്മാരെഴുതി വ്യാസമഹർഷിയാണ്. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് ചരിത്രത്തിലുള്ള ഇലിയഡും ഒഡീസിയും. 2 എഴുതിയതാരാണ്? ഹോമർ എന്നൊരു മഹാകവി, പുരാതനായിട്ടുള്ള ഒരു മഹാകവി ഉണ്ടായി. അദ്ദേഹം എഴുതിയതാണ് ഇലിയഡും ഒഡീസിയും. എത്ര വലിപ്പമുള്ളതൊന്നുമല്ല, അപ്പോൾ അത്ര പ്രാധാന്യമുള്ളതാണ്. ഭാരതചരിത്രത്തിൽ മാത്രമല്ല ലോകചരിത്രത്തിൽ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ 4 ഇതിഹാസങ്ങളുടെ ഉത്ഭവം. അത് 2 ഉണ്ടായത് ഇന്ത്യയിലാണ്. അതിലൊന്നാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞു, ഇതിൽ ഉള്ള പലതും നാം മറ്റു പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിലില്ലാത്തതൊന്നും നിങ്ങൾ മറ്റൊരു ഗ്രന്ഥത്തിലും വായിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ സകലതും ഈ ഒരു ഗ്രന്ഥത്തിനുണ്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രന്ഥമാണ്, ഒരാൾ രചിച്ച ഒരൊറ്റ ഗ്രന്ഥമാണ് മഹാഭാരതം. ഭഗവത്ഗീത ഒരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ എത്ര അധ്യായമുണ്ട്? 18 അധ്യായമുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. ഈ 18 അധ്യായങ്ങളിലും കൂടി ഭഗവാൻ ധാരാളം എഴുതിയത് വ്യാസഭഗവാൻ തന്നെയാണ്. നമുക്ക് തരുന്നത് എന്താണ്? ബ്രഹ്മവിദ്യാ രഹസ്യം. 18 അധ്യായത്തിൻ്റെയും അവസാനത്തിൽ പറയും, ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. പിന്നെ ഒരു അധ്യായത്തിന് ഓരോ അധ്യായത്തിനും ഓരോ പേരാണ്. ഇപ്പോൾ ദേവാസുര സമ്പദ്ഭാഗ യോഗോ നാമ ഷോഡശോദയം, പുരുഷോത്തമ യോഗം. അവിടെയും പറയും ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമ യോഗോ നാമ പഞ്ചദശോധ്യായം. അപ്പം ഇങ്ങനെ ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ എടുത്തെടുത്ത് പറയും എന്താണ്? ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു. ഇത് ഭഗവത്ഗീത ഇല്ല, ഭഗവത്ഗീതയിലകത്ത് ഉപനിഷത്സു എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളുടെ അകത്ത്. ഇത് ഉപനിഷത്താണോ? അല്ല. പിന്നെ ഉപനിഷത്തുകൾക്കകത്തുള്ള ജ്ഞാനരഹസ്യം കാച്ചിക്കുറുക്കി ഒറ്റ ഉപദേശമാക്കി കൊടുത്തിരിക്കുന്നതാണ് ഏത്? ഭഗവത്ഗീത. അതുകൊണ്ട് ഉപനിഷത്ത് രഹസ്യമാണിത്. ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം, ഇത് ബ്രഹ്മവിദ്യയാണ്. യോഗശാസ്ത്രേ, ഇത് യോഗശാസ്ത്രമാണ്. അപ്പോൾ ഉപനിഷത്ത് രഹസ്യമാണ്, ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രമാണ്. യോഗശാസ്ത്രം എന്താർത്ഥം? യോജിപ്പിച്ച് വെച്ച് കാണുന്ന ശാസ്ത്രം. അതിന് പറഞ്ഞാൽ കടന്നു പോകുമ്പോൾ എന്തൊക്കെ എനിക്കാണ് ചേർത്ത് വെച്ച് കാണുന്നത് എന്നുള്ളത് നന്നായി കിട്ടണം. യോജിപ്പിച്ച് വെച്ച് കാണുന്നത്. ഇപ്പോൾ ഒരു നാണയമാണ്, അതിനെത്ര വശങ്ങളുണ്ട്? 2 വശങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരു വശമാണ് നാണയം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഒരു 5 രൂപയാണെങ്കിൽ 5 രൂപയെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു വശത്തുള്ള അശോകചക്രവും മറുവശത്തുള്ള 5 രൂപ എന്നെഴുതിയിട്ടുള്ള എഴുത്തും ചേർത്ത് വെച്ചാണ്. അപ്പോൾ ഈ 2ഉം ഒന്നിൽ ചേരും. 2ഉം വിപരീത വശങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. 2ഉം വിപരീത വശങ്ങളായിട്ടിരിക്കുന്നു. ഈ 2 വിപരീത വശങ്ങളും ഒന്നിൽ ചേരുന്നു. ഏതിൽ ചേരുന്നു? അതിനിടയിലുള്ള സത്യത്തിൽ. ശിവ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നതല്ല, അതിനകത്തുള്ള സബ്സ്റ്റൻസ് എന്താണോ, അതിനകത്തിരിക്കുന്ന സത്യം എന്താണ്, അതാണ് 5 രൂപ ഇല്ലേ? അത് 5 രൂപയാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അശോകചക്രം വേണം, അപ്പുറത്ത് 5 രൂപ എന്നുള്ള എഴുത്തും വേണം. അങ്ങനെ വിപരീതമായ 2 വശങ്ങളും
ആ ഒന്നിൽ ചേർന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 5 രൂപയെന്ന് എഴുതിയിരിക്കുന്നതല്ല, അശോക ചക്രവുമല്ല, മറിച്ച് ആ ഒന്നിനെയാണ് അല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാതെ തന്നെ നമ്മൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കുന്ന വിപരീത വശങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ സംഗതമായി വരുന്ന നമ്മൾ നേരിടുന്ന വിപരീത വശങ്ങളെ ചേർത്ത് വെച്ച് ഒന്നായി നമ്മുടെ ജീവിത രഹസ്യത്തെ, ഈ 2 വിപരീത വശങ്ങളുമല്ല സത്യം, അതിനുള്ളിലിരിക്കുന്ന ഒരു സത്യം നമ്മുടെ ജീവിത രഹസ്യം, അതാണ് സത്യം. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ സഹായം. നാണയത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ ഇതിലും ഈ 2ന്റെയും സഹായം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സത്യത്തെ, ഏകമായ സത്യത്തെ നമുക്ക് കണ്ടെത്താൻ എങ്ങനെ, അത് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് കാണാനേ പറ്റുള്ളൂ ഇല്ലേ? നാണയത്തെ നോക്കാനകത്ത് കാണാം ഇല്ല, കാണുന്ന 2 വശങ്ങളാണ്. കാണാതിരിക്കുന്ന ഒരു സത്യം അതിനകത്തുണ്ട്. അതുപോലെ ഈ വിപരീത വശങ്ങളെ നമ്മൾ കാണുകയും കാണാതിരിക്കുന്ന ഒരു സത്യത്തെ അതിന്റെ സഹായത്തോടു കൂടി, അതിന്റെ 2 വിപരീത വശങ്ങളുടെ സഹായത്തോടു കൂടി കാണാതിരിക്കുന്ന ഒരു സത്യത്തെ കാണുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ പറയാറുള്ളത് ഒരു നല്ലൊരു ഉദാഹരണം ഇതാണ്. ആൾജിബ്രയില് ഇക്വേഷൻസ്, ഇതിൽ 2 വശങ്ങളില്ലേ, അതിന്റെ ലിംസ് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡുണ്ട്. ഇതിലെ ഇക്വേഷൻ ആവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഇക്വേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബോർഡിൽ എഴുതിയിടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡോ ലെഫ്റ്റ് ഹാൻഡ് സൈഡോ, നിങ്ങൾ മനസ്സിലാക്കിയത് ഒരൊറ്റ തത്വമല്ലേ, ഇതും അതും ഈക്വൽ ആണ് എന്നുള്ള തത്വമല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്? അത് 1 2 തത്വം മനസ്സിലാക്കിയ തത്വം. ആ മനസ്സിലാക്കിയ തത്വം അവിടെ എഴുതിയിട്ടുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തന്നെ എഴുതിയിട്ടുള്ളൂ. അതല്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കിയത്. അല്ല, റൈറ്റ് ഹാൻഡ് സൈഡും അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡും അല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. രണ്ടും ഈക്വൽ ആയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഉള്ളിൽ കാണുകയാണ് ചെയ്തത്. അത് ഒന്നാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉള്ളിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2ന്റെ സഹായം ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ എഴുതിയിരിക്കുന്നതല്ല മനസ്സിലാക്കിയത്. ആദ്യം വരയ്ക്കും നമ്മൾ എഴുതിയിരിക്കുന്നതാണ് മനസ്സിലാക്കിയത്. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നത് 2. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡ്. 2മല്ല മനസ്സിലാക്കിയത്, ആ 2 തുല്യമാണ് എന്നുള്ള തത്വമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ തത്വം അവിടെ എഴുതിയിട്ടില്ല. ഇതൊരു യോഗ സന്ദർഭമാണ്. അതിന് നമ്മൾ ഡയലക്റ്റിക്കൽ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. 2 വശങ്ങൾ ചേർത്ത് വെച്ച് ഒന്നായിട്ട് ഒരു രഹസ്യം മനസ്സിലാക്കുന്നത്. ഇത് വെറും സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ്. ഇത് തത്വപരമായിട്ടുള്ള യോഗമാണ്. അതിനുള്ളൊരു ശാസ്ത്രം യോഗശാസ്ത്രം. ഇത് യോഗശാസ്ത്രമാണ്. ഭഗവത്ഗീത യോഗശാസ്ത്രമാണ്. പിന്നെ ശ്രീകൃഷ്ണാർജുന സംവാദേ, ഇത് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ഒരു സംവാദ രൂപത്തിലുള്ളതാണ്. ഗീത ധ്യാനം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന ഒരു ചിന്ത ഇതിനകത്തോട് കടന്നു പോകും. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ ഭാരതം അദ്വൈതാമതവർഷിണീം ഭഗവതീവിഷ്ടാദശാധ്യായി അമ്പത്വാം അനുസന്ധധാമി ഭഗവദ്ഗീതേ ഭഗവദ്വേഷിണീം. പാർത്ഥായ പ്രതിബോധിത. പാർത്ഥൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയിൽ പാർത്ഥനെ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ളത്. പാർത്ഥായ പ്രതിബോധിത ഭഗവതാ നാരായണേന സ്വയം. പഠിപ്പിക്കുന്നതാരാ? ഭഗവാനായ നാരായണൻ സ്വയം തന്നെയാണ് പഠിപ്പിക്കുന്നത്. നാരായണൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരും കൂടിയാണ്. മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയല്ലേ ശ്രീകൃഷ്ണൻ. അപ്പോൾ നാരായണൻ എന്നുള്ള പേര് ശ്രീകൃഷ്ണനും ചേരും. അങ്ങനെ ഭഗവതാ നാരായണേന സ്വയം. ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ നാരായണന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ളതും. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന ഹേ മഹാഭാരതം. പുരാണമുനിന വ്യാസേന എന്ന് പറഞ്ഞാൽ പുരാണമുനിയായ വ്യാസഭഗവാനാൽ
ഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിയിണക്കി വയ്ക്കും. ചിലപ്പോ യുദ്ധ സന്ദർഭത്തിൽ ഇതേ വാക്കുകളായിരുന്നിരിക്കില്ല ഭഗവാൻ പറഞ്ഞത്, ചിലപ്പോ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഒരു തരത്തിൽ നോക്കിയാൽ യുദ്ധം അങ്ങോട്ട് തുടങ്ങാൻ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പും എല്ലാം ചെയ്ത് പറഞ്ഞു തുടങ്ങി. അതിന് ശേഷം അതിനകത്തിരുന്നു കൊണ്ട് ഈ 18 അധ്യായവും ശ്രീകൃഷ്ണൻ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് തന്നെ ആ സന്ദർഭം എടുത്ത് നമുക്ക് ജ്ഞാനോപദേശം നൽകുന്നതിന് ഒരു വഴി കണ്ടെത്തി, ഒരു ഉപായം, എന്നെന്ത് പറയും, ലിറ്റററി ഡിവൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പറഞ്ഞാൽ എന്താണ്? ഒരു സാഹിത്യ ഉപായം, എഴുതുന്നതിനുള്ള ഒരു വഴി. അപ്പോൾ അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ആണിത് ഉപദേശിച്ചത് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സാഹിത്യോപായം അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് ആയിരിക്കാൻ ഉള്ള സാധ്യതയേ ഉള്ളൂ. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന. അതുകൊണ്ട് വ്യാസനാണ് ഇതെല്ലാം ഗ്രഥിച്ചു വച്ചിരിക്കുന്നത്. ഇതിൽ കൂട്ടിയിണക്കി ഒരു ഉപദേശസാരമാക്കി വച്ചിരിക്കുന്നത് ഭഗവാൻ വ്യാസനാണ്. വ്യാസൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ രസിക്കുന്നവൻ വ്യാസൻ എന്നാണ്. രസിക്കുക എന്ന് പറഞ്ഞാലും ഇങ്ങനെ കൂട്ടിയിണക്കി വയ്ക്കുന്ന അർത്ഥം. വ്യാസൻ ഒരാളാണോ പലയാളുകളാണോ എന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വ്യാസൻ എന്തൊക്കെ രചിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം ഇതിഹാസം മുഴുവൻ എന്ന് നമുക്കറിയാം ഈ സന്ദർഭം. പിന്നെ വ്യാസൻ രചിച്ചതാണ് പുരാണങ്ങളെല്ലാം എന്നാണ് സങ്കല്പം. അത് തന്നെ 18 പുരാണങ്ങളുണ്ട്, 18 ഉപപുരാണങ്ങളുണ്ട്. ഇത്രയും പുസ്തകങ്ങളെല്ലാം ഒരാള് ഇങ്ങനെ ഇരുന്ന് എഴുതിയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതിയിരിക്കാൻ സാധ്യതയില്ല. വേദമന്ത്രങ്ങൾ പലതായിട്ട് ചിതറിക്കിടുന്നതിനെ എല്ലാം ഒരു ക്രമപ്രകാരം 4 വേദങ്ങളായിട്ട് ചിട്ടപ്പെടുത്തിയെടുത്തത് ആരാണ്? വ്യാസനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ. ഇപ്പോൾ വേദമന്ത്രങ്ങളെല്ലാം വ്യസിച്ചെടുത്ത് കൂട്ടിയിണക്കി 4 വേദങ്ങളാക്കി മാറ്റിയെടുത്തു. അതും ചെയ്തത് വ്യാസൻ. മഹാഭാരതം എഴുതിയത് വ്യാസൻ. 18 പുരാണങ്ങൾ എഴുതിയത് വ്യാസൻ. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിലെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്കതും വ്യാസന്റെ രചനയാണ് എന്നാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ വേറെ. ആരാണ്? വാൽമീകി എഴുതിയ രാമായണം. അത് വ്യാസന്റെ. ബാക്കി സകലത്തിന്റെയും കർത്താവ് വ്യാസനാണ് എന്നാണ് വെപ്പ്. അതുകൊണ്ട് ഒരു വ്യാസനായിരിക്കാൻ സാധ്യതയില്ല, പല വ്യാസന്മാരായിരുന്നിരിക്കാം. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം. മഹാഭാരത കഥയുടെ മധ്യത്തിൽ ഈ ജ്ഞാനോപദേശത്തെ വ്യാസഭഗവാൻ അതിന്റെ ഭാഗമാക്കി കൂട്ടിയിണക്കി വെച്ചു. അദ്വൈതാമൃതവർഷിണിയും. ഇതിന്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ അദ്വൈതമാകുന്ന അമൃതം വർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്റെ സ്വഭാവം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടില്ലാത്ത അവസ്ഥ. ആത്യന്തികമായ സത്യം ഒന്നേ ഉള്ളൂ, രണ്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം. നമ്മൾ തന്നെ ഇരിക്കുന്ന സത്യം. നമ്മളെല്ലാവരും പഠിക്കുന്നതിന്, കോളേജിലൊക്കെ പഠിക്കുന്നതിനെന്ന് ചോദിച്ചാൽ ഡിഗ്രി വാങ്ങിക്കും അല്ലേ? ആ പഠനമെല്ലാം കഴിഞ്ഞ് ഒരു പരിധി കഴിയുമ്പോൾ പഠനത്തിന് കൂടുതൽ ആഴം കൈവരും. അവിടെ പിന്നെ പഠനം നടത്തുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഡിഗ്രിക്ക് വേണ്ടിയല്ല, പിന്നെ സത്യം കണ്ടെത്തണം. അതിനുള്ള അന്വേഷണം. ഏതിനെ സംബന്ധിക്കുന്ന സത്യം? ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സത്യം കണ്ടെത്തണം. ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം അന്വേഷണ വിഷയമായിട്ടുള്ളത്. ശാസ്ത്രജ്ഞന്മാർക്ക് എല്ലാവർക്കും അന്വേഷണ വിഷയം എന്താണ്? രഹസ്യം കണ്ടെത്തണം. ഏതിന്റെ രഹസ്യം കണ്ടെത്തണം. ഫിലോസഫർമാരുടെ അന്വേഷണം തന്നെയാണ്. അവരുടെ അന്വേഷണത്തിൽ പക്ഷേ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ ആര് എന്നുള്ള ചോദ്യം. നമ്മളെല്ലാം ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കാറുണ്ടോ ഞാൻ ആരാണെന്ന്? ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കും ഇല്ലേ? നമുക്കൊരു ഉത്തരവുണ്ടോ? ഉത്തരവില്ല. ഈ ഞാൻ ആര്, ഈ ലോകം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി? ഇങ്ങനെ 2 ചോദ്യങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഫിലോസഫർമാരുടെ, തത്വചിന്തകരുടെ ലക്ഷ്യം. അത് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് പാശ്ചാത്യ ചിന്തകരുണ്ട്, പൗരസ്ത്യ ചിന്തകരുണ്ട്. പൗരസ്ത്യ ചിന്തകരെന്ന് പറയുമ്പോൾ പ്രധാനമായും ഭാരതത്തിലെയാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ചൈനീസ് ഫിലോസഫി ഏറെ ഉണ്ടെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഭാരതീയ ചിന്തയാണ് ഈസ്റ്റേൺ ഫിലോസഫി അല്ലെങ്കിൽ പൗരസ്ത്യ ചിന്ത
എന്ന് വിളിച്ചു പോയി. ഈ പൗരത്വ ചിന്തയും പാശ്ചാത്യ ചിന്തയും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? പാശ്ചാത്യ ചിന്തയിൽ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫിലോസഫർമാരും അവരവരുടേതായിട്ടുള്ള ഓരോ നിഗമനം ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം അവസാനത്തെ വാക്കാണെന്ന് വെച്ചാലല്ല. ഇനിയോ അടുത്തൊരു ഫിലോസഫർ വന്ന് ഇനിയൊന്ന് പറയും. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് പാശ്ചാത്യ തത്വചിന്തയുടെ ചരിത്രം. എന്നാൽ പൗരസ്ത്യ തത്വചിന്തയുടെ ചരിത്രം അതല്ല. പിന്നെന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഋഷിമാർ പണ്ടേ കണ്ടെത്തി വച്ചിരിക്കുന്നു. അത് ഉപനിഷത്തുകളിൽ മറ്റും അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ അന്വേഷണം. സത്യം പണ്ടേ ഋഷിമാർ കണ്ടെത്തിക്കഴിഞ്ഞു. അതവർ നമ്മുടെ ഉപനിഷത്തുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അതാണ് അന്വേഷണ വിഷയം. അതുകൊണ്ട് സത്യം അന്വേഷിക്കരുത്, കണ്ടെത്തിക്കഴിഞ്ഞ സത്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ, ഇപ്പോൾ പാശ്ചാത്യ ചിന്ത എടുത്താൽ പാശ്ചാത്യ ചിന്തയുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിന് സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ്, ഒരു പോക്കാണ്. ഇതോ അങ്ങനെയല്ല. സത്യം ഇവിടെ കണ്ടെത്തി വെച്ചിരിക്കുന്നു. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരാചാര്യൻ നിന്ന് ആ കണ്ടെത്തി വച്ചിരിക്കുന്ന ഉപനിഷത്തിലെ വാക്കുകൾക്ക് ഒരു വ്യാഖ്യാനം കുറച്ചുകൂടെ വിശദമായില്ലേ, കുറച്ചുകൂടെ വലുതായി. പിന്നെ വേറൊരു ആചാര്യൻ വന്നു, അതല്ല ഇനി വേറൊരു തരത്തിൽ കൂടെ മനസ്സിലാക്കാം, അപ്പോൾ കുറച്ചുകൂടെ വലുതാക്കി സർക്കിൾ. ഇങ്ങനെ ഈ കോൺസെൻട്രിക് സർക്കിൾസ് അറിയാമല്ലോ. കോൺസെൻട്രിക് സർക്കിൾ ഒരേ കേന്ദ്രത്തിന് ചുറ്റും വരയ്ക്കുന്ന കൂടുതൽ വൃത്തങ്ങൾ, അതാണ് കോൺസെൻട്രിക് സർക്കിൾസ്. കൂടുതൽ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുന്ന അതിൻ്റെ ഒരു പുരോഗതിയാണ് പൗരസ്ത്യ ചിന്തയിൽ നമ്മൾ കാണുന്നത്. പാശ്ചാത്യ ചിന്തയിലോ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. ഇനിയും ഒരു ചിന്തകർ മുന്നോട്ട് പോകും. ഈ അടുത്ത കാലത്ത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു പ്രൊഫസർ, അമേരിക്കയിലെ ഒരു പ്രൊഫസർ പറഞ്ഞതാണ്, നിങ്ങൾ ഫിലോസഫർമാർ നിങ്ങൾ ഈ സത്യം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഈ സത്യം ഒരിക്കൽ കണ്ടെത്താതിരിക്കട്ടെ എന്ന് നമ്മളാരെങ്കിലും പറയുമോ? ഇല്ല. അവർ പറയുന്നു ഒരിക്കലും ഇത് കണ്ടെത്തരുത്. എന്തുകൊണ്ട് കണ്ടെത്തരുത്? നിങ്ങൾ അതിനുവേണ്ടിയല്ലേ ശ്രമിക്കുന്നതാണ്. പിന്നെ കണ്ടെത്തരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ജോലി ഇല്ലാതാവും. സത്യം കണ്ടെത്തിപ്പോയാൽ അവരുടെ ജോലി തീർന്നില്ലേ? തീർന്നില്ലേ? തീർന്നു. അപ്പോൾ പിന്നെ അവർക്ക് യൂണിവേഴ്സിറ്റികൾ പണം കൊടുക്കുമോ? ഇനി സത്യം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഇത്രയും ശ്രമിക്കണം, ഇത്ര റിസർച്ച് നടത്തണം എന്ന് പറഞ്ഞ് പണം കൊടുക്കുമോ? കൊടുക്കില്ല. അതിന് ഫണ്ടിങ് ഏജൻസീസ് എന്ന് പറയും. ഈ ഫണ്ടിങ് ഏജൻസീസ് പണം കൊടുക്കുന്ന ഏർപ്പാട് നിർത്തുന്നു. സത്യം കണ്ടെത്തി കഴിഞ്ഞല്ലോ, ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അപ്പോഴെന്താ? നമുക്ക് തൊഴിലില്ലാതാവും, ഏറ്റവും വഴിയില്ലാതാവും ഇല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ഞാൻ തമാശ പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ നടന്നതാണ്. അവരുടെ ചിന്തയുടെ സ്വഭാവം എന്താണ്? അതിങ്ങനെ മുന്നോട്ട് അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഭാരതീയ ചിന്ത. അങ്ങനെയല്ല, ഒരു സത്യം കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള അവർ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്ന സത്യം അവർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ശ്രമം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ ചരിത്രത്തെയാണ് നമ്മൾ ഭാരതീയ ചിന്താ ചരിത്രം എന്ന് വിളിക്കുന്നത്. ഋഷിമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾക്കകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യം എന്താണ്? രണ്ട് സത്യമില്ല, ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടായി കണ്ടതൊക്കെ തെറ്റ്, ഒന്നാണ് ശരി. അതുകൊണ്ട് എന്ത് പറയും? അദ്വൈതം. അദ്വൈതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രണ്ടല്ലാത്തത്, രണ്ടില്ലാത്തത് പറയാം, രണ്ടല്ലാത്തതെന്ന് പറയാം. സത്യം രണ്ടല്ല, സത്യം രണ്ടില്ല എന്ന് അന്തിമമായിട്ട് നമുക്ക് തീരുമാനത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കും ഋഷിമാരുടെ വാക്കുകൾ. അത് ആ സത്യം, ആ ഒന്ന് ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല, ഒരിക്കലും ഇല്ലാതായിത്തീരുന്നതല്ല. അതിന് ജനനമില്ല, മരണമില്ല. പിന്നെയോ നമുക്കാണ് ജനനം മരണം. ഇപ്പോൾ നമുക്കറിയാവുള്ളത് സ്വർണ്ണ നാണയം അറിയാമോ? എല്ലാവർക്കും അറിയാം. അതിനകത്തെല്ലാം ഇരിക്കുന്ന സത്യം എന്താണ്? എത്ര സ്വർണ്ണ നാണയങ്ങളുണ്ട് സ്വർണ്ണക്കടയിൽ? ആഭരണക്കടയിൽ ചെന്ന് നോക്കിയാൽ അറിയാം. ആ കണക്കൊന്നുമില്ല. അവിടെ വാരി ഇട്ട് അല്ലേ?
നിങ്ങൾ പണം കൊണ്ട് ചെന്നാൽ മതി, അവർക്ക് വാരി ഇട്ട് തരും. എല്ലാം വാസ്തവത്തിൽ എന്താണ്? ഒരു സ്വർണ്ണമാണ് അല്ലേ? അപ്പോൾ സ്വർണത്തിന് എത്ര രൂപം കൈ വരാം? അത് എത്ര വേണമെങ്കിലും അല്ലേ? ആ രൂപത്തിന് ഇല്ലാതാക്കാൻ സാധിക്കാം, സ്വർണത്തിന് ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ നമ്മളൊക്കെ ഈ ഓരോ ആഭരണത്തിന്റെ സ്ഥാനത്തുള്ളവരാണ്. ഈ രൂപത്തിലുള്ള ആഭരണം എന്നും ഉണ്ടായി, ഇനി അത് ഒരുക്കി മാറ്റി വേറെ രൂപത്തിലാക്കും അല്ലേ? അതുപോലെ നമ്മിലും ഒരു സത്യമുണ്ട്. ആ സത്യം ഒരിക്കലും ജനിച്ചിട്ടുള്ളതല്ല, മരിക്കുകയില്ല. നമ്മൾ ആ സത്യമാണ്. ആ സത്യത്തിനോ രൂപങ്ങൾ മാറി മാറി വരാം. ഇപ്പൊ ഈ രൂപത്തിലിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് ഈ രൂപം പോകും, പിന്നെ ഏതോ രൂപത്തിലായിത്തീരുന്നു നമുക്കറിയില്ല. ഒരു ആഭരണത്തിനറിയാമോ അത് അതിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഏത് ആഭരണമായിട്ടാണ് വരാൻ പോകുന്നതെന്ന് ആഭരണത്തിനറിയാമോ? ഇല്ല. അത് പണിയുന്നവൻ്റെ ഭാവനയിലിരിക്കും. അതുപോലെ നമ്മിലും ഒരു സത്യമുണ്ട്. ആ സത്യം നശിക്കാതെ ഇരിക്കുന്നു. പുതിയ പുതിയ രൂപങ്ങൾ അതിന് കൈവന്നുകൊണ്ട് വിരിക്കും. ഇങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യം മാത്രമല്ല, ഈ ലോകത്തിലുള്ള ഓരോന്നിൻ്റെയും കാര്യമെടുത്താൽ അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നതായ പല ആഭരണങ്ങളിൽ ഒരു സത്യം ഇരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിലും നിറഞ്ഞിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. ആ സത്യം തന്നെയാണ് നമ്മുടെ രൂപത്തിൽ, നമ്മളല്ലാത്തതിൻ്റെ രൂപത്തിൽ, ലോകത്തിൽ കാണുന്ന സകലതിൻ്റെയും രൂപത്തിൽ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറി മാറി വരൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ആ ഒഴുക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു 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 കൊച്ചു തിരയാണ് നമ്മളുണ്ടായെന്ന് പറയും. നമ്മളൊക്കെ ജനിച്ച് കുറച്ചാൾ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഇല്ലാതായി ഇല്ലേ? അപ്പോൾ നമ്മളെല്ലാം വാസ്തവത്തിൽ എന്താണ്? ആ ഒരു സത്യമാണ് അല്ലേ? ഓരോ ആഭരണം തിരിച്ചറിയുന്നു, ഞാൻ സ്വർണ്ണമാണ്. അതുപോലെ നമ്മളും തിരിച്ചറിയുന്നു, നമ്മൾ ഈ കാണുന്ന രൂപമല്ല, ഈ പേരല്ല, ഒന്നല്ല, പിന്നെ നമ്മിലെല്ലാം നശിക്കാത്തതായ ഒരു സത്യം ഇരിക്കുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ നമ്മൾ അവിടെ രണ്ടില്ല. ഉണ്ടാവും, നമ്മുടെ അദ്വൈതം രണ്ടില്ലാത്തത്, രണ്ടല്ലാത്തത്. ആ സത്യം അമൃതമാണ്. ആ സത്യത്തിന് മരണമില്ല. ഞാൻ ആ സത്യം, നമ്മളെ സത്യം നമ്മൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ ആ സത്യത്തിന് മരണമില്ല. ഉണ്ടോ? ഇല്ല. ഇല്ല. അതുകൊണ്ട് ഞാൻ ആരായി തീർന്നു? മരണമില്ലാത്തവനായി തീർന്നു. എങ്ങനെ? എന്നിലുള്ള സത്യത്തെ ഞാൻ അറിയുക വഴി ഞാൻ മരണമില്ലാത്തവനായി തീരുന്നു. മരണമില്ലാത്ത ഇരിക്കുന്ന അവസ്ഥയ്ക്കാണെന്ന് പറയുന്നത് അമൃതം. അപ്പോൾ നമുക്ക് അദ്വൈതമാകുന്ന അമൃതത്തെ വർദ്ധിച്ചു തരുന്നു നമ്മിൽ. ഇങ്ങനെ നമ്മൾ മരണമില്ലാത്തവരായി തീർന്നിരിക്കുന്ന ഒരവസ്ഥ, ദ്വൈതാമൃത വർഷിണി. അത് വർഷിച്ചു തരുന്നത് ആരാണ് ഇവിടെ? ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത നമുക്ക് അദ്വൈതമാകുന്ന അമൃതത്തെ, അമൃതം നിങ്ങൾ കേട്ട് കാണും. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിലൊക്കെ ഒരു അമൃതത്തിന്റെ കഥ കണ്ടില്ലേ? അവിടെയും തത്വം ഇത് തന്നെയാണ്. മരിക്കാത്ത അവർ രണ്ടുപേരും, രണ്ടു കൂട്ടരും യുദ്ധം ചെയ്തതിനു വേണ്ടി ഈ കലശം അവർക്ക് കിട്ടണം, ഈ അറിവ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശം അല്ലേ? അവിടെയും കഥയിൽ അമൃതം എന്ന് പറയുന്നത് ഈ ഒരു അറിവിനെ തന്നെയാണ് അവിടെ കഥാരൂപത്തിൽ നമ്മളുടെ കുംഭമായിട്ടെല്ലാം സങ്കല്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ തത്വം ഒന്നേ ഉള്ളൂ, അമൃതമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. അത് എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മിൽ തന്നെ ഇരിക്കും. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എവിടെയും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ അമൃതമായ സത്യത്തെ മാത്രമേ എവിടെയും കാണുന്നുള്ളൂ. അത് ദ്വൈതാമൃത വർഷിണി. അപ്പോൾ ആ അദ്വൈതമാകുന്ന അമൃതം വർഷിച്ചു തരുന്ന തരത്തിലുള്ള ഒരനുഭവമായി തീരുന്നു. അങ്ങനെ ആ അനുഭവം നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത് ആരാണ്? ഇവിടെ
ഭഗവത്ഗീത. ദ്വൈതാമൃത വർഷിണിയും പിന്നെ അദ്വൈതാമൃത വർഷിണിയും ഭഗവതിയും അഷ്ടാദശാധ്യായിനി, ഇങ്ങനെയുള്ള ഭഗവതി, ഭഗവത്ഗീതയാകുന്ന ഭഗവതി, ഭഗവത്ഗീത ഭഗവതിയായിട്ടാണ് ഇവിടെ ഭാവന ചെയ്യുന്നത്. കവിതയല്ലേ. പിന്നെ അഷ്ടാദശാധ്യായിനി, എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുള്ളതുകൊണ്ട് അഷ്ടാദശാധ്യായിനിയും 18 അധ്യായങ്ങളോടുകൂടിയ ഭഗവതി. ആരാണ്? ഭഗവത്ഗീത. ഭഗവതിയും അഷ്ടാദശാധ്യായിനി. അമ്പ, അമ്മേ, ആ ഭഗവതിയെ ഇവിടെ അമ്മേ എന്ന് വിളിക്കുന്നു. അമ്പ ത്വാം അനുസന്ധതാമി, നിന്നെ, അമ്മേ നിന്നെ ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ, ഇവിടെ ഞാനാണ്. സന്തതാമി ഉത്തമപുരുഷനാണ്. പുരുഷത്തെ ഞാൻ, എൻ്റെ കാര്യം പറയും. എന്ത് പറയുന്നു? ഞാൻ നിന്നെ പിൻപറ്റും. നിന്നെ പിൻപറ്റിയാൽ എനിക്കുള്ള പ്രയോജനം എന്താ? അദ്വൈതമാകുന്ന അമൃതവർഷം നീ എനിക്ക് എന്നെ ചൊരിഞ്ഞു തരും. അങ്ങനെയുള്ള നിന്നെ അനുസന്ധതാമി, നിന്നെ പിൻപറ്റുക. പിൻപറ്റുക സാധാരണ രീതിയിൽ പിൻപറ്റുക പുറകെ പോവുക. ഇവിടെയോ നീ നിന്നെ തന്നെ വിടാതെ ഞാൻ പഠിക്കും എന്നർത്ഥം. പഠിച്ച് വെറുതെ പഠിക്കുകയല്ല, ശ്ലോകം ചൊല്ലി പഠിക്കുകയല്ല, പിന്നെയോ അതിനകത്തെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം ആന്തരാർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തും. അതെൻ്റെ തപസ്സാക്കി ഞാൻ മാറ്റും എന്ന് സ്വയം ഒരു വ്രതം പോലെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അനുസന്ധതാമി ഭഗവത്ഗീതയെ ഭവദ്വേഷിണി, നിന്നെ ഭഗവത്ഗീതയെ ഞാൻ പിൻപറ്റി എന്നെ തന്നെ നിരന്തരം പഠിച്ച് അതിനകത്തുള്ള അന്തരാർത്ഥങ്ങൾ കണ്ടെത്തി അതിൽ അടങ്ങിയിരിക്കുന്ന അമൃത വർഷം ഞാൻ അനുഭവിക്കും. ഇനി ആയാലോ ഭവദ്വേഷിണി, ഭവദ്വേഷിയാണ്. ഭവന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ പിന്നെ ദൈവദശകത്തിൽ ഭവാബ്ധിക്കൊരാവിവൻ തോന്നി നിൻപദം ചെല്ലുന്നു. അവിടെ ചെല്ലുന്നത് ഭവം തന്നെയാണ്. അല്ലെങ്കിൽ ഭവാബ്ദി എന്ന് വെച്ചാൽ ഭവമാകുന്ന കടൽ. ഭവം എന്ന് പറയുന്നത് സംസാരം എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ്. ഭവം ഭവിക്കുക. ലോകത്തിൽ എപ്പോഴും എല്ലാം ഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? അതിനനുസരിച്ച് പഴയത് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? പഴയതൊന്നും പോകാതെ പുതിയത് ഉണ്ടാവുകയില്ല. ഉണ്ടാവുമോ? ഇല്ല. ഏതായാലും ശരി, പുതിയതൊന്നും ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പഴയ രൂപം പോയില്ലേ? അല്ലേ? പഴയ രൂപം പോകുന്നതിന് നാശം, മരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ പഴയത് പോകാതെ പുതിയത് വരില്ല. പുതിയതായിട്ട് വരുന്നതിനെയാണ് എന്താ പറയുന്നത്? പുതിയതായിട്ട് ഉണ്ടാകുന്നതിനെയാണ്. ഓരോന്നും പുതിയതായിട്ടുണ്ടാകുന്നു ലോകത്ത്. നമ്മളും ഉണ്ടായവരാണ്. എനിക്ക് എന്ത് പറയും? ഭവം ഭവിക്കുക, ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞാൽ പഴയതില്ലാതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തുടർച്ചയാണെന്ന് അർത്ഥം. അങ്ങനെ പഴയത് പോവുകയും പുതിയത് വരികയും ചെയ്യുന്നത് വാസ്തവത്തിൽ അവസാനമില്ലാതെ ഇങ്ങനെ ഒരു കടല് പോലെ വരന്ന് പോയിരിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ നമുക്ക് എവിടെയാണ് ഇത് ഭാവം കാണാത്തത്? ലോകത്ത് എവിടെ നോക്കിയാലും കാണാം, അല്ലേ? ഈ നിമിഷത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങളുണ്ടാവുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിൻ്റെ പരപ്പിനൊരു അവസാനമില്ല. അതെല്ലാം കൂടി ചേർത്ത് ഭവാബ്ദി എന്ന് പറയും. ഭവാബ്ദി എന്ന് വിളിക്കും. സംസാര സാഗരം എന്ന് വിളിക്കും. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇപ്പം പോലും വേദാന്തത്തിൻ്റെ അടുത്തോട്ടൊരു വിവരം വന്നിട്ടില്ല. സംസാര സാഗരം. ഇപ്പോൾ വാസ്തവത്തെ ദുഃഖസാഗരം കൂടെ വിളിക്കും. എല്ലാവരും ഈ ജീവിതത്തെ ദുഃഖം നിറഞ്ഞതായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം. നിങ്ങളെല്ലാം പൊതുവെ ദുഃഖത്തിൻ്റെ അകത്ത് വിചാരിയിട്ടൊന്നുമില്ല.
ഇനിയിപ്പോൾ കളയിലൊക്കെ ഇറങ്ങി അമ്മയും വീഴ്ചയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ എന്തെല്ലാം ദുഃഖങ്ങളാണ് വന്നുപെടുന്നത്. അതിനെല്ലാത്തിനെയും കൂടെ ചേർത്തെന്ന് പറയും സംസാര സാഗര ബുദ്ധിയുടെ. സംസരിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുക എന്നാണ്. സംസരിക്കുന്നതോ അതാണ് സംസാരം. പിന്നെ പണ്ടുകാലത്ത് സംസാരത്തിൽ വേറൊരു നിർവചനമൊക്കെ എടുത്തിട്ടുണ്ട്. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഡലേ ശയനം, ഇക സംസാരേ ബഹുദുസ്താരേ കൃപയാ വാരേ വാഹിതാരേ. കേട്ടിട്ടുണ്ടോ? ഇല്ല. ശങ്കരാചാര്യർ ഒരു കീർത്തനത്തിനകത്തുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുനരഭി ജനനം, വീണ്ടും വീണ്ടും ജനിക്കുന്നു. പുനരഭി മരണം, വീണ്ടും വീണ്ടും മരിക്കുന്നു. പുനരഭി ജനനീ ജഡരേ ശയനം, വീണ്ടും വീണ്ടും അമ്മയുടെ ഗർഭത്തിൽ പോയി പ്രവേശിക്കുന്നു, അവിടെ കിടക്കുന്നു. ഇത് സംസാരേ. അപ്പൊ ഇതാണ് സംസാരം. എന്താണ്? അത് കേട്ടിട്ടുണ്ടാകണം. ഓരോരുത്തരും ജനിച്ചാലും പിന്നെ ജനിച്ചവരുടെ ജീവൻ വേറെ ഒരു അമ്മയുടെ ഗർഭത്തിൽ ചെന്ന് പ്രവേശിച്ച് പുതിയ ആളായിട്ട് ജനിക്കും. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതിനെയാണ് പുനർജന്മം സാധാരണ പറയുന്നത്. അതിങ്ങനെ ജനനവും മരണവും തുറന്നുകൊണ്ടോ പോകുന്നതിനെയാണ് സംസാരം എന്ന് സാധാരണ ധരിച്ചു വെച്ചിട്ടുണ്ട്. തത്വപ്രകാരം അങ്ങനെയല്ല. സംസരിക്കുക എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഇതും പെടും. ഏതാണ്? ജനിക്കുന്നത് മരിക്കുന്നൊക്കെ അതിനകത്ത് വരുന്നില്ലേ? അതുകൊണ്ടകത്ത് പിന്നെ അമ്മമാർ ഗർഭം ധരിക്കില്ലേ? ഗർഭം ധരിക്കും. അത് മനുഷ്യ ലോകത്തുള്ളതല്ല, പിന്നെ എല്ലാ ജന്തുക്കളുടെയും ലോകത്ത് അമ്മമാർ ഗർഭം ധരിക്കുകയും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ജനനം മരണം വീണ്ടും ഗർഭം ധരിക്കുക ജനിക്കുക ഇങ്ങനെ ഈ പ്രക്രിയ അവസാനമില്ലാതെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ സാധാരണ ഇപ്പം ഈ മതത്തിൻ്റെ മണ്ഡലത്തിൽ പറഞ്ഞു വരാറുള്ളത്, വിശ്വസിച്ച് വരാറുള്ളത് പുനർജന്മത്തിൻ്റെ കാര്യം മാത്രമാണ്. ഈ പുനർജന്മത്തിൻ്റെ കാര്യം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല മാറ്റങ്ങളെയും ചേർത്താണ് വിളിക്കുന്നത് സംസാരം. അതൊരു കടല് പോലെയാണ്, സംസാരസാഗരം. അത് നോക്കുമ്പോൾ നമുക്കെന്ത് തോന്നും? നമ്മൾ സംസാര സാഗരത്തിനകത്ത് വെട്ടി കിടക്കുന്നവരാണ് അല്ലേ? അപ്പൊ എന്ത് തോന്നും? ഈ കടലിനെ കയറണം. അപ്പൊന്നില്ലേ, ഇതൊരു ദുഃഖമാണ്. ഈ ദുഃഖക്കടലിന് അപ്പുറത്ത് അക്കരെ കിടക്കണം. ഇത് ഞാനതൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പം ഇതൊക്കെ മലയാളം നല്ലോണം വായിക്കാൻ അറിയാം. ഈ രാമായണം മഹാഭാരതമൊക്കെ എടുത്തു വെച്ച് സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും ഇല്ല, അതിന് സമയം കിട്ടുമ്പോഴൊക്കെ നല്ല ഈണത്തിലങ്ങ് ചൊല്ലും. ചിലപ്പോൾ അർത്ഥമൊക്കെ പറഞ്ഞുതരും. കുട്ടികളൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും സംസാര സാഗരം എന്നുള്ള വാക്കൊക്കെ അന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതം എല്ലാവർക്കും ദുഃഖം നിറഞ്ഞതായിട്ടാണ് എന്തുകൊണ്ട് പല പല പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്ത് വേണം? പരിഹാരം വേണം, വേണ്ടേ? അതിനെപ്പറ്റിയും അതിനാണ് പ്രശ്നം വരുമ്പോഴാണ് സൈക്കോളജിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ പരിഹാരമുണ്ടോ. അപ്പോൾ പുതിയ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പുതിയ പഠനങ്ങളൊക്കെ ഉണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ? എന്താണ് പ്രശ്നങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ മനസ്സിന് വലിയ ഇഷ്ടമാണ്. അവസാനം മനസ്സങ്ങ് വല്ലാതെ മടുക്കും. അപ്പോഴാണ് ആരുടെയെങ്കിലും തണുത്ത് പോയത് പ്രതിചിന്തകരണം ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ചിലപ്പോഴും അതിന് പണം തന്നെ മുടക്കും. അതിനുള്ള കോഴ്സുകളോ ഇതൊക്കെ ഉണ്ടപ്പോഴും ഇതിനെല്ലാം കാരണം എന്താണ്? ജീവിതം ദുഃഖം നിറഞ്ഞതാണ് എന്നുള്ളതാണ്. ഓരോ ദുഃഖവും വന്ന് പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ദുഃഖത്തിന് പരിഹാരം തേടില്ലേ? പക്ഷെ ഇവിടെ ദുഃഖത്തിൻ്റെ
ദുഃഖത്തിനുള്ള ഒരു പരിഹാരം ഇവിടെ പറയുന്നു. അത് ഒരു ദുഃഖത്തിനുള്ളതല്ല, പിന്നെയോ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കൂടിയുള്ള ഒറ്റ മരുന്ന്. ഒരു വൃത്തത്തിൽ പറയും, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യത്തെ സർവസംശയ. കുറവിട്ടതാണ്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്തൊരു വലിയൊരു കുരുക്ക്, നൂലുകൾ ചിലപ്പോൾ കൊരിയും. കൊരിയാൻ പിന്നെ അടിച്ചെടുക്കാൻ പറ്റുമോ? ചെറിയ നൂലാണെങ്കിൽ ഇല്ല, അത് കളയാനേ പറ്റും. പിന്നെന്ത് ചെയ്യാൻ സാധിക്കും? വെട്ടിമുറിക്കാം. വെട്ടിമുറിച്ചാൽ കുരുക്കെല്ലാം തീരും, ഇല്ലേ? അതുപോലെ ജീവിതത്തിൽ കുരുക്കുകൾ വന്ന് നിറയുമ്പോൾ ആ കുരുക്കുകൾ ഓരോന്നും ഊരിയെടുത്ത് ഇഴവിരിച്ചെടുത്ത് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ എങ്ങും എത്തിച്ചേരയില്ല, കഷ്ടപ്പെടുകയുള്ളൂ, കുരുക്കുകളൊന്നും തീരില്ല. എന്നാൽ വേറൊരു വഴിയുണ്ട്. എന്താണ്? ഒറ്റ വെട്ട്. വിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലുണ്ടായി ഗ്രന്ഥിത്തെ കുരുക്ക്. ഈ കുരുക്കിന് ഒറ്റ വെട്ട് എനിക്കതിനെ വെട്ടിമുറിക്കാം. വിദ്യതേ ഹൃദയഗ്രന്ഥി, അതോടുകൂടി ചിത്യന്റെ സർവസംശയ, ജീവിതത്തെ സംബന്ധിച്ചുണ്ടാകുന്ന സകല സംശയങ്ങൾ ഒറ്റയടിക്കും ഇപ്പോൾ ഇല്ലാതാവുകയും. അങ്ങനെയുള്ളൊരു അറിവാണ്. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭവദ്വേഷിണിയും. ഭവദ്വേഷിച്ചെന്നാണ് ഭവത്തെ ദ്വേഷിക്കുന്നവർ. ഭവത്തിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായ ഈ ദുഃഖസാഗരം, ജീവിതമാകുന്ന ദുഃഖസാഗരത്തിൽ നടന്ന് എങ്ങനെയെങ്കിലും കരകയറണം. അത് നിങ്ങളെങ്ങോട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൊഴിലന്വേഷിച്ച് ഭാര്യയായി മക്കളായി ഇതിലേക്കല്ല ഇറങ്ങുമ്പോൾ അറിയാം എത്ര ദുഃഖം നിറഞ്ഞതാണ്. ഇതിൽ നിന്നെല്ലാം എങ്ങനെ ഒന്ന് കരകയറാൻ സാധിക്കും എനിക്ക് എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇവരൊക്കെ പറഞ്ഞു കൂട്ടതെല്ലാം ഈ ഓരോ പ്രശ്നത്തിനും ഓരോ പരിഹാരം പറഞ്ഞു തരും. ആരാണ് അത്? സൈക്കോളജിസ്റ്റ് ആയാലുമുള്ള ആരാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ മാനേജ്മെന്റ് ആയാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. പിന്നെ പലതരത്തിലുള്ള തരത്തിലൊക്കെ ഇന്ന പ്രശ്നത്തിന് ഇന്ന പരിഹാരം. ഇതങ്ങനെയല്ല, സകല പ്രശ്നങ്ങൾക്കും കൂടി ഒരൊറ്റ പരിഹാരം. അതോടുകൂടി ഭവം എന്ന് പറയുന്ന ഒന്നില്ലാതായിട്ട് ഭവത്തെ ദ്വേഷിക്കുക എന്ന് വെച്ചാൽ അതിനെ സാധാരണ ദേഷ്യമെന്ന് വെച്ചാൽ അറിയാമല്ലേ, എതിർമനോഭാവമല്ലേ, ഭവത്തിന് എതിരായിട്ടിരിക്കുന്നതെന്നർത്ഥം. ഇപ്പറഞ്ഞ ഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ഇപ്പം സംസാരം തന്നെയാണ് ഭവം. എന്തായാലും സകലതും നിരന്തരം മാറി 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 ഭവിച്ചുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ഭവം. ആ ഭവത്തിൻ്റെ പുതിയത് ജീവിതത്തിൽ വന്നുപെടുമ്പോൾ ജീവിതം കൂടുതൽ നിറഞ്ഞതായി തീരും. അതിൽ നിന്നെല്ലാം ഒറ്റ പരിഹാരം കണ്ടെത്തുന്ന വഴിയാണ് ഈ ഭഗവത്ഗീത നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അടുത്ത